الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് മുഖേന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൻ്റെ പേരിൽ വളരെയേറെ സമയമായി റബ്ബിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിക്കാണിക്കുന്ന എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങൾക്കും നമ്മളെല്ലാവരെയും അള്ളാഹു അവകാശികളാക്കി തീർക്കുമാറാകട്ടെ. ആ മഹനീയമായ ഗ്രന്ഥം ലോകത്തിൻ്റെ മുമ്പിൽ ഏതൊരു കാര്യത്തെ സംബന്ധിച്ച് ശക്തമായ നിലയ്ക്ക് താക്കീത് നൽകുകയും ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ, ആ മാരകമായ ശിക്ഷയിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ബന്ധങ്ങൾ തണലാവണം എന്നത് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യരും ലോകത്തില്ല. ആയിരക്കണക്കിന് പിതാക്കൾ ഒരുമിച്ച് കൂടിയ ഈ മഹാസമ്മേളനം, അതിലേറെ സന്താനങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ മഹാസംഗമം, ധാരാളം ഭാര്യാഭർത്താക്കൾ സംഗമിച്ചിട്ടുള്ള ഈ മഹനീയമായ വേദി, ഒരുപാട് സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ മാത്രം സ്നേഹിച്ചതുകൊണ്ട് വളരെയേറെ കണ്ണ് നിറഞ്ഞ് സന്തോഷത്തോടുകൂടി പറയാനും കൈമാറാനും വാക്കുകളില്ലാതെ മനസ്സിൽ തോന്നുന്ന വികാരങ്ങളുടെ എല്ലാം പരിസമാപ്തി കുറിച്ചുകൊണ്ട് അള്ളാഹുവേ, നിനക്കാണ് സർവസ്തുതിയും, നിനക്കാണ് എല്ലാവിധത്തിലുള്ള ശുക്റും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മഹനീയമായൊരു സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധങ്ങളെ എല്ലാ നിലക്കും ഇണക്കിച്ചേർക്കുവാൻ വലിയ പ്രോത്സാഹനം നൽകിയിരിക്കുകയാണ്. ആ ബന്ധങ്ങളെ ശരിയായ നിലക്ക് ഇഴകൾ അടുപ്പിച്ചു കൊണ്ടുപോകുന്ന, യഥാർത്ഥത്തിൽ എങ്ങനെ സ്നേഹിക്കണോ ആ നിലക്ക് മനസ്സുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന, അതിൽ പടച്ച റബ്ബിനെ മാത്രം ഭയപ്പെടുന്ന, വളരെ മോശപ്പെട്ട ശിക്ഷ തൻ്റെ ശരീരത്തിന് അനുഭവിക്കാൻ അവസരം ഉണ്ടായിക്കൂടെന്ന് കൃത്യമായി പ്രതിജ്ഞ ചെയ്തിട്ടുള്ള വിശ്വാസികളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വചനമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. നല്ലവരായ അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്വർഗം പങ്കുവെക്കാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന മാതാപിതാക്കളുടെ കൂടെ, മക്കളുടെ കൂടെ, ഇണകളുടെ കൂടെ, ബന്ധപ്പെട്ടവരുടെ കൂടെ ഒന്നിച്ച് സ്വർഗത്തിലെത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ, ഏറ്റവും നല്ല പര്യവസാനം അവർക്കാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞ ആ ആളുകളെ സംബന്ധിച്ച് റബ്ബ് പറഞ്ഞത് വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസൽ എന്നാണ്. അല്ലാഹു ചേർക്കാൻ കൽപ്പിച്ചിട്ടുള്ള ബന്ധങ്ങളെയെല്ലാം അവർ ചേർക്കുന്നവരാണ്. ഒരു ബന്ധങ്ങളെയും അവരായിട്ടവർ മുറിച്ചു കളയുന്നില്ല. സർവബന്ധങ്ങളെയും അവർ ചേർക്കാനാണ് അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നത്.
എന്താണ് അതിനവരെ പ്രേരിപ്പിക്കുന്നത്? ഏത് ബന്ധങ്ങൾ ചേർക്കണം, ഏത് ബന്ധങ്ങൾ മുറിക്കണം എന്ന് കൃത്യമായ അളവുകോലും മാനദണ്ഡവും അള്ളാഹുവിന്റെ യഥാർത്ഥമായ അടിമകൾക്കുണ്ട്. കാരണം അവർ വയഖ്ശൗന റബ്ബഹും, അവരുടെ റബ്ബിനെ മാത്രമാണ് അവർ ഭയപ്പെടുന്നത്. ഈ രംഗത്ത് അബദ്ധങ്ങളും പരാജയങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ തനിക്ക് എത്തിച്ചേരാൻ പോകുന്ന മാരകമായ ശിക്ഷയെയാണ് അവർ ഭയപ്പെടുന്നത്. വയഖാഫൂന സൂഅൽ ഹിസാബ്, ഏറ്റവും മോശമായ വിചാരണയും അതുമായി ബന്ധപ്പെട്ട നരകശിക്ഷയുമാണ് അവർ ഭയപ്പെടുന്നത്. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മോട് അള്ളാഹു ഏറ്റവും കൂടുതൽ വിളക്കി ചേർക്കാനും നിലനിർത്താനും പറഞ്ഞ ബന്ധങ്ങളിൽ പരമപ്രധാനമായതാണ് നമ്മുടെ മാതാപിതാക്കൾ. എപ്പോഴും നമ്മൾ കേൾക്കുന്ന വചനങ്ങളാണ് ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഏതൊരു ഗ്രന്ഥത്തിന് സ്നേഹിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നുവോ ആ മഹനീയമായ ഗ്രന്ഥത്തിൽ സൂറത്തുൽ ഇസ്രായിലൂടെ സർവപിതാക്കളുടെയും മനസ്സിന് തണലേകുവാൻ, സർവമാതാക്കളുടെയും മനസ്സുകൾക്ക് കുളിര് പകരാൻ അല്ലാഹു ലോകത്തോട് പറയുകയാണ്, ഒരു രക്ഷിതാവും വിഷമിക്കാൻ ഇടവരരുത്, ഒരു ഉപ്പയും ദുഃഖിക്കാൻ ഇടവരരുത്, ഒരു ഉമ്മയും പ്രയാസപ്പെടാൻ ഇടവരരുത്. കാരണം മക്കളെ, ഉപ്പയെയും ഉമ്മയെയും ഒക്കെ ആരോഗ്യമുള്ള സമയത്ത് അവരുടെ തണലിലാ നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങളന്ന് കുഞ്ഞുങ്ങളാണ്, നിങ്ങളന്ന് പ്രായം കുറഞ്ഞവരാണ്, നിങ്ങളന്ന് ശേഷി കുറഞ്ഞവരാണ്. നിങ്ങൾക്ക് ശേഷി കുറഞ്ഞ, നിങ്ങൾക്ക് വളരെയേറെ ആവശ്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നവരാണ് നിങ്ങളുടെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കൾ ഒരു കാലത്ത് നിങ്ങൾക്കുള്ള തണലായിരുന്നുവെങ്കിൽ മക്കളെ, അവരെ നിങ്ങൾക്ക് അവഗണിക്കാൻ തോന്നിപ്പോകുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ഉപയോഗം കഴിഞ്ഞു എന്ന് തോന്നുമ്പോഴാണ് പലതും മൂലയിലേക്ക് മാറ്റിവെക്കൽ. ഉപയോഗിച്ച് തീർന്നു എന്ന് തോന്നുമ്പോഴാണ് പലർക്കും അത് ഒഴിവാക്കാമെന്നൊരു തോന്നൽ വരാറുള്ളത്. അതുകൊണ്ട് റബ്ബ് പറയുകയാണ്, ഉപയോഗിച്ച് പഴകിപ്പോയി, ഇനി ഇതൊരൽപ്പമൊന്ന് മാറ്റിവെക്കേണ്ട ഘട്ടമായി എന്ന് തോന്നുന്ന ഒരു ഘട്ടമാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് ജരാനിരകൾ ബാധിച്ച് പ്രായാധിക്യത്തിൽ അവർ എത്തുന്ന ഘട്ടം. വിശുദ്ധ ഖുർആൻ കരുണ കാണിക്കാൻ തെരഞ്ഞെടുത്ത ആ പരമപ്രധാനമായ സമയം മറ്റ് സമയങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ പറയാതെ തന്നെ ആരോഗ്യമുള്ള മാതാപിതാക്കളെ നമുക്ക് ആവശ്യമുള്ള കാലത്ത്, നമ്മൾ അവരുടെ തണലിൽ കഴിയുന്നൊരു കാലത്ത് അവരെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണേ എന്ന് പറയേണ്ടതില്ലാത്തത്ര മനുഷ്യപ്രകൃതി അതിൻ്റെ ആ ഒരു ബന്ധങ്ങളെ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഉപയോഗങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഇനി അവസാനിച്ചു കഴിഞ്ഞു, താൻ എന്തിനും പോന്നവനാണെന്നൊരു തോന്നൽ വരുമ്പോ പ്രിയപ്പെട്ട മക്കളെ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചു പോകരുത്, ഉപ്പയുടെ മനസ്സ് വേദനിപ്പിച്ചു പോകരുത്. അതാണ് വിശുദ്ധ ഗ്രന്ഥം ആഹ്വാനം ചെയ്യുന്നത്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ. ആ മാതാപിതാക്കൾ രണ്ടിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടാളും തന്നെയുമോ നിന്റെ അടുക്കൽ അവര് പ്രായാധിക്യത്തിലെത്തിക്കഴിഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന് പോലും നിന്റെ ഉമ്മയോട് നിന്റെ ഉപ്പയോട് നീ പറയല്ല മോനെ. അതെ, നീ അവരോട് ഏറ്റവും മാന്യമായ വർത്തമാനമേ പറയാവൂ. അവരുടെ ചിറകുകൾക്ക് കീഴിലാ മോനെ ഇത്രക്കാലം നീ വളർന്നത് മക്കളെ. ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വഖ്ഫിദ് ലഹുമാ, അവർക്കിരുവർക്കും നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണം. ജനാഹദ്ദുല്ലി മിനർ റഹ്മതി, കാരുണ്യത്തിൽ പൊതിഞ്ഞ നിലക്കുള്ള വിനീത ഭാവത്തോടെ ആ ചിറക് നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുത്ത് അവർക്കൊരു തണലേകണം മക്കളെ. നിങ്ങൾ എന്ത് തന്നെ അവർക്ക് കൊടുത്താലും അതൊന്നും പകരമാവില്ല അവർ നിങ്ങളോട് ചെയ്തു തന്നിട്ടുള്ള കാരുണ്യത്തിന്. അതുകൊണ്ട് റബ്ബിനോട് പറയണം മക്കൾ, പറയണം മക്കളെ,
റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നിരന്തരമായ പ്രാർത്ഥനകൾ, നിരന്തരമായി റബ്ബിനോട് കൈകൾ ഉയർത്തിക്കൊണ്ടുള്ള തേട്ടങ്ങൾ. ഇവിടെ നമ്മളൊരൊറ്റ വശമേ ഞാൻ നിങ്ങളോട് ഈ സമയത്ത് സൂചിപ്പിക്കുന്നുള്ളൂ. അവഗണനയുടെ ഘട്ടം വരുന്നത് പ്രായാധിക്യം വരുമ്പോഴാണ്. പ്രായമായ ഉമ്മക്കും ഉപ്പക്കും ഒരു തോന്നലാണ് പലപ്പോഴും വരാറുള്ളത്, എൻ്റെ മക്കളൊക്കെ വളർന്ന് വലുതായി, അവരുടേതായ ശേഷിയിലെത്തി, അവരുടേതായ താല്പര്യങ്ങളും കാര്യങ്ങളും സ്വന്തമായി നടത്താനുള്ള ഒരു ഘട്ടമായപ്പോൾ ഈ ഉപ്പ അവന് വേണ്ടാത്തവനായി, ഈ ഉമ്മ ഇപ്പോൾ അവന് കണ്ണെടുത്താൽ കാണാൻ പറ്റാത്തവനായി, ഒരു മുശാവറയും ഒരു കാര്യത്തിലും ഇല്ലാതെയായി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധമായ ഗ്രന്ഥം നിങ്ങൾ തണലിട്ട് കൊടുക്കണം എന്ന് പറയുന്ന ഒന്നാമത്തെ വിഭാഗം നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മൾ എത്ര ഉന്നതരാവട്ടെ, എത്ര ബുദ്ധിശക്തിയുള്ളവരാവട്ടെ, എത്ര വലിയ ഉന്നതങ്ങളിൽ വിരാജിക്കുന്നവരായിരുന്നാലും പ്രായമായ മാതാപിതാക്കൾ ഓർമ്മയുള്ളവരായി നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഏതൊരു കാര്യവും നീ അവരോടൊന്ന് മുശാവറ നടത്ത്. ഉപ്പാ എന്ന് സ്നേഹത്തോടെ വിളിക്ക്, ഉമ്മാ എന്ന് സ്നേഹത്തോടെ വിളിക്ക്. ആ വിളിക്ക് കാത്തിരിക്കുകയാണ് നമ്മുടെ പതിനായിരങ്ങളും ലക്ഷങ്ങളും അവർക്ക് വേണ്ട. ഉമ്മാ എന്ന സ്നേഹത്തോടെ ഒരു വിളി, എൻ്റെ ഉപ്പാ എന്ന സ്നേഹത്തോടെ ഒരു വിളി. ആ വിളിക്ക് കാത്തിരിക്കുന്ന പതിനായിരക്കണക്കിന് രക്ഷിതാക്കൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ മനസ്സുകൾ നോവിച്ചു പോകരുത്, അവരുടെ മനസ്സുകളെ കരയിപ്പിക്കരുത്, അവരുടെ മനസ്സുകളെ നൊമ്പരപ്പെടുത്തരുത്. എൻ്റെ പ്രായമായ ഉമ്മ, എൻ്റെ പ്രായമായ ഉപ്പ, അതെങ്ങനെയാണെങ്കിലും അതെൻ്റെ ഉപ്പയാണ്, ഉമ്മയാണ്. ഉമ്മ, ഉപ്പ, നിങ്ങളല്ലാത്ത ഒരാൾ എനിക്കില്ല. എൻ്റെ ഏത് കാര്യത്തിലും ഞാനേറെ പരിഗണിക്കുന്നത് എൻ്റെ ഉപ്പയെ തന്നെയാണ്, ഉമ്മയെ തന്നെയാണ്. അത് ഞാൻ ഏതൊരു വിഷയത്തിനിറങ്ങുമ്പോഴും എൻ്റെ കാര്യത്തിലെ ആദ്യത്തെ മുശാവറ അംഗം എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളായിരിക്കുമെന്നൊരു തീരുമാനമെടുത്ത് ഏത് കാര്യത്തിലും നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധം അങ്ങനെ അവർക്ക് അവഗണന തോന്നിക്കപ്പെടുന്ന, അവരവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ അവർക്ക് ധാരാളമായി വരുന്ന, പ്രായമേറെ ചെല്ലുന്ന ഘട്ടങ്ങളിൽ ഏറെ നമ്മൾ അവരോട് കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ച് താഴ്ത്തിക്കൊടുത്ത് തണലാകണേ, എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് പ്രിയമുള്ളവരെ, ലോകത്ത് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ കടന്നു വരുന്നൊരു മേഖലയാണ് ദാമ്പത്യബന്ധം. അവിടെ ഭാര്യ എന്നും ഭർത്താവെന്നും മലയാളത്തിൽ മൊഴിമാറ്റം നടത്തപ്പെടുന്നു എങ്കിലും അസ്വാജ് അതല്ലെങ്കിൽ സൗജ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഇണകളുടെ ജീവിതത്തിൽ ഒരാളുടെ ജീവിതം മറ്റൊരാൾക്ക് തണലാവണം, മറ്റേ ആളുടെ ജീവിതം ഇയാൾക്കും തണലാവണം. അതിനെന്ത് വേണം? വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന് എല്ലാ രംഗങ്ങളിലും പലപ്പോഴും എനിക്ക് കിട്ടേണ്ട അവകാശങ്ങളിൽ കമ്മി വന്നാൽ ഞാൻ വല്ലാതെ വെപ്രാളപ്പെടുന്നു, എനിക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലെന്ന് ഞാൻ പരാതിപ്പെടുന്നു, എന്നോടുള്ള കടമ നിർവഹിക്കപ്പെട്ടില്ല എന്ന് ഞാൻ വേവലാതിപ്പെടുന്നു. വാസ്തവത്തിൽ പ്രിയമുള്ളവരെ, ഓരോ മേഖലയിലും എല്ലാ വ്യക്തികളും ആലോചിക്കേണ്ടുന്ന പരമപ്രധാനമായ ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് മറ്റുള്ളവർക്കുള്ള കടമകൾ മാത്രമല്ല പഠിപ്പിച്ചിട്ടുള്ളത്, നമുക്ക് മറ്റുള്ളവരോടുള്ള കടമകളും പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം. ഭാര്യക്ക് ഭർത്താവിനോട്, ഭർത്താവിന് ഭാര്യയോട് വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. അതെ, ആ സ്ത്രീകൾക്ക് നിങ്ങളോട് അവർക്ക് എന്തൊക്കെ ചെയ്യേണ്ട കടമകളുണ്ടോ അതിലേറെ അതേപോലെ തന്നെയുള്ള അവകാശങ്ങൾ നിങ്ങളിൽ നിന്ന് അവർക്കും കിട്ടേണ്ടതുണ്ട്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, വളരെ നല്ല നിലക്കേ നിങ്ങൾ അവരോട് വർത്തിക്കാവൂ എന്ന് ഭർത്താക്കന്മാരോടും പറഞ്ഞു, ഭാര്യമാരോടും പറഞ്ഞു. എന്താണ് കാരണം? ആ ജീവിതത്തിൽ പരസ്പരം തണലുകളായി മാറിത്തീരണമെങ്കിൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നന്മയിൽ വഴിമുടക്കുന്ന പലരും നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ രക്ഷിതാക്കളിൽ, ആ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ മക്കളിലും അതുപോലെ തന്നെ ഇണകളിലും, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവല്ലക്കും ഫഹദറൂഹും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന രൂപത്തിലല്ലാതെ നീങ്ങുന്നവരുണ്ടായേക്കാം.
എന്നാലും നിങ്ങൾ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും അവരെയും യഥാർത്ഥമായ നിങ്ങളുടെ ആ പ്രമാണബദ്ധമായ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടുന്ന ആവശ്യാർത്ഥം നിങ്ങൾ മാപ്പ് ചെയ്യണേ, നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കണേ, നിങ്ങൾ പൊറുത്തു കൊടുക്കണേ. അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളോട് പൊറുക്കുന്നവനാണ്, കരുണയുള്ളവനാണെന്ന് പറയുന്നത്. ദാമ്പത്യ ജീവിത രംഗത്തും നമുക്ക് പരസ്പരം ഉണ്ടായിരിക്കേണ്ടുന്ന നമ്മുടെ കടമകളും നമ്മുടെ അവകാശങ്ങളും തെര്യപ്പെടുത്തുന്നൊരു കാര്യമാണ്. തണലാവാൻ ഏറ്റവും അനിവാര്യമായ കാര്യം സംശയരോഗമില്ലാതിരിക്കലാണ്. പരസ്പര വിശ്വാസമാണ് പ്രിയമുള്ളവരെ ദാമ്പത്യ ജീവിതത്തിന്റെ അടിത്തറ. വിശ്വാസം തകർന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ നരകമാണ്. പൂർണ്ണമായി വിശ്വസിച്ചു കഴിഞ്ഞാലോ സമാധാനമുള്ള ജീവിതമാണ്. അതുകൊണ്ട് ആ രംഗത്തും പരസ്പരം ഒരാശ്വാസമായി തീരാൻ ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് ആശ്വാസം കണ്ടെത്താൻ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നും പൊറുത്തും കൊണ്ടും കൊടുത്തും ജീവിക്കാൻ. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന, അവർ നിങ്ങൾക്കും നിങ്ങൾ അവർക്കുമുള്ള വസ്ത്രങ്ങളാണ്. വിശദീകരിക്കേണ്ടുന്ന വചനങ്ങളാണ്, ഞാൻ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ അല്ലാഹു നമ്മളോട് പറഞ്ഞു, രക്ഷിതാക്കളെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ സ്വദേഹങ്ങളെയും നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളുടെ ഇണകളെയും അടങ്ങുന്ന നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കണേ. വളരെ ഗൗരവത്തോടുകൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ സഹോദരന്മാരെ, നമ്മുടെ മക്കളോടുള്ള നമ്മുടെ കടമ എന്ത്? അവർക്ക് നമ്മൾ എന്താണ് ചെയ്തു കൊടുക്കുന്നത്? അവർക്ക് ആവശ്യമായ നിലക്ക് നാളെ പരലോകത്ത് നമ്മുടെ ശത്രുക്കളായിട്ട് അവർ വരാതിരിക്കണം. നമ്മുടെ മരണാനന്തരവും അവരുടെ ദുആ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. ബാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും ജീവിതത്തിൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, ആത്മാർത്ഥമായ പ്രാർത്ഥന നമുക്ക് ഒരു കാലത്തും മുറിഞ്ഞു പോകാൻ പാടില്ല. റബ്ബിഗ്ഫിർലീ വലിവാലിദയ്യ, എന്നോട് പൊറുക്കണേ റബ്ബേ, എൻ്റെ മാതാപിതാക്കളോട് പൊറുക്കണേ എന്ന് പറയുന്ന രൂപത്തിലുള്ള ആ ഒരു പ്രാർത്ഥന ഏത് കാലത്തും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അതിന് അല്ലാഹു പറയുന്നു, നിങ്ങളുടെ സന്താനങ്ങളെ, നിങ്ങളുടെ മക്കളെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേ. അത് നാളെ മരിച്ചു പരലോകത്തെത്തിയിട്ട് നരകം കാണുമ്പോഴല്ലല്ലോ, ഇവിടെ വെച്ചാണ് മക്കളെ നമ്മൾ നരകത്തിയിൽ നിന്ന് രക്ഷിക്കേണ്ടത്. അതല്ലേ ലുഖ്മാൻ എന്ന് പറയുന്ന പിതാവ് മകന് നൽകിയ ഉപദേശങ്ങളിൽ, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, കുഞ്ഞുമോനെ നീ ശിർക്ക് ചെയ്യരുത്. ശിർക്കിന്റെ ഗൗരവം വളരെ കൃത്യമായി പഠിപ്പിച്ചു. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ചു. അങ്ങനെ ജീവിതത്തിൽ ആവശ്യമായ നിലക്കുള്ള എല്ലാ മേഖലകളിലും ആ പ്രിയപ്പെട്ട പിതാവ് കൃത്യമായി തന്നെ ജനങ്ങൾക്ക്, അതല്ലെങ്കിൽ തൻ്റെ മകന് ഉപദേശ നിർദ്ദേശം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അയൽപക്ക ബന്ധങ്ങളിലും മറ്റുള്ള ആളുകളോടുള്ള ഇതര സമുദായങ്ങളോടുള്ള ബന്ധങ്ങളിലും എല്ലാം നമുക്ക് ഈ ഗ്രന്ഥം ചില മാർഗദർശനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ ഈ ബന്ധങ്ങളൊക്കെയും ഇനിയാണ് പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് നമ്മൾ ഉപ്പയെ സ്നേഹിച്ചത്? എന്തിനാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത്? എന്തിനാണ് മക്കളെ നമ്മൾ ഇത്ര സ്ട്രിക്റ്റായി നമ്മുടെ ദീനീ ചുറ്റുപാടിൽ വളർത്തണമെന്ന് പറയുന്നത്? എന്തിനാണ് കുടുംബത്തിൽ ഈ അന്തരീക്ഷം നിലനിർത്തുന്നത്? അതേ, സർവസ്നേഹങ്ങൾക്കും നമുക്കൊരു മാനദണ്ഡമുണ്ട്. അല്ലാഹുവേ, നിന്റെ ആദർശത്തോട് യോജിക്കുന്നവരാരോ അവരോട് ഞാനും യോജിച്ചു. അല്ലാഹുവേ, നിന്റെ ആദർശത്തിൽ നിന്ന് അകന്നവരാരൊക്കെയുണ്ടോ അവരിൽ നിന്ന് ഞാനും അകന്നു എന്ന് പറയുന്ന ആ ഒരു ബന്ധമുണ്ടല്ലോ. ആ ബന്ധത്തിൽ പലപ്പോഴും ആളുകൾക്കൊരു തെറ്റിദ്ധാരണകൾ വന്നു പോകാറുണ്ട്. അതെന്താണ്? ഏറ്റവും ബന്ധപ്പെട്ടവരോട് ആദർശം തുറന്നു പറയാത്തവരവസ്ഥ, ഏറ്റവും സ്നേഹമുള്ളവരോട് പറയാൻ മടി, അത് മറ്റൊരാളെ ഏൽപ്പിക്കാറാണ് പതിവുള്ളത്. ബാപ്പക്ക് മക്കളോട് പറയാനാവുന്നില്ല, മക്കൾക്ക് ബാപ്പയോട് പറയാനാവുന്നില്ല, ഭാര്യക്ക് ഭർത്താവിനോടോ തിരിച്ചും പറയാനാകുന്നില്ല. എന്നാൽ വിശുദ്ധ ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനങ്ങൾ നോക്കൂ.
ഈ ബന്ധങ്ങൾക്കൊക്കെ ഒരു മാനദണ്ഡമുണ്ട്. നമ്മൾ ആരോട് ബന്ധം സ്ഥാപിക്കുന്നുവോ, ആരോട് ബന്ധം നമ്മൾ മുറിക്കുന്നുവോ, അവിടെയെല്ലാം നമുക്കൊരു മാനദണ്ഡമുണ്ട്. റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ ഉപകരിക്കുന്ന ബന്ധങ്ങളാവണം. അവിടെ എനിക്ക് രക്ഷപ്പെടാൻ ഈ ബന്ധങ്ങളൊക്കെ നിമിത്തമാവണം. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പയോട് പറയുന്നത്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. തൗഹീദിന്റെ കൃത്യമായ ശബ്ദം. റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ പിതാവേ, റബ്ബിനോട് മാത്രമേ ആരാധനകൾ നിർവഹിക്കാവൂ പിതാവേ. ഉപകാരവും ഉപദ്രവവും താങ്കൾക്ക് ചെയ്തു തരാൻ കഴിയാത്ത, ഒന്നിനും കഴിയാത്ത റബ്ബല്ലാത്തവരെ നിങ്ങൾ എന്തിനു പൂജിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പ്രിയപ്പെട്ട പൊന്നു പിതാവേ എന്ന ശൈലിയിൽ യാ അബതി യാ അബതി യാ അബതി എന്ന ശൈലി തന്നെ നോക്കൂ. എത്ര സ്നേഹത്തോടെ നസീഹത്തോടെ പറയുന്നു, ഉപ്പാ നിങ്ങൾക്ക് റബ്ബിന്റെ ശിക്ഷ വരുന്നത് ഞാൻ ഭയപ്പെടുന്നു എന്നും ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പൊന്നോമന പുത്രനോടുള്ള സ്നേഹം ഉണ്ടായ പ്രവാചകനാണ്. ആ പ്രവാചകൻ തന്റെ സ്വന്തം മകനതാ ശിർക്കിന്റെ കൂടാരത്തിൽ അകപ്പെട്ടപ്പോൾ, റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരുടെ സങ്കേതത്തിൽ പെട്ടുപോയപ്പോൾ, കാഫിറുകളുടെ കൂട്ടത്തിൽ പെട്ടുപോയപ്പോൾ സ്നേഹത്തോടെ വിളിച്ചു പറഞ്ഞു, യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. എന്റെ കുഞ്ഞുമോനെ, നീ ഞങ്ങളുടെ കൂടെ ഈ കപ്പലിൽ കയറിക്കോ, ഈ സത്യത്തിന്റെ സംഘത്തിൽ അണിചേർന്നോ മോനെ, കാഫിറുകളുടെ കൂട്ടത്തിലായി തീരരുതെന്ന് ആ ബാപ്പക്ക് മകനോട് പറയാൻ ആ ബന്ധം തടസ്സമായില്ല, ബാപ്പയോട് പറയാൻ മകന് ബന്ധം തടസ്സമായില്ല. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം മരണസമയത്തും മക്കളോട് ചോദിക്കുകയാണ്, യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മക്കളെ, മുസ്ലിമായി കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. ഇബ്രാഹിം അലൈഹിസ്സലാമും യാക്കൂബ് നബിയും പറഞ്ഞു. യാക്കൂബ് അലൈഹിസ്സലാം പ്രത്യേകം പറഞ്ഞു, ഇത് ഹദറ യാക്കൂബൽ മൗത്ത് ഇത് ഖാല ലിബനി മാ തഅബുദൂന മിൻ ബഅദി. എന്റെ ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക മക്കളെ? ഒരു പിതാവ് മരിച്ചു പോകുന്ന നേരത്ത് മക്കളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചതെന്തോ അത് കേൾക്കാൻ ഭാഗ്യം കിട്ടിയ യാക്കൂബ് അലൈഹിസ്സലാമിനോട് ബാപ്പയോട് മക്കൾ പറഞ്ഞു, ബാപ്പാ നിങ്ങൾ ഞങ്ങളെ പാരമ്പര്യമായി പഠിപ്പിച്ച തൗഹീദിൽ ഞങ്ങൾ അണിതിരന്നുകൊണ്ട് വനഹ്നു ലഹു മുസ്ലിമൂൻ, അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കും ഉപ്പാ എന്ന് തിരികെ പറയുന്നവര് മക്കള്. ഇങ്ങനെ ബന്ധങ്ങൾ, എല്ലാ ബന്ധങ്ങളിലും നമുക്ക് ആ സ്നേഹമാണ് ഉണ്ടാവേണ്ടത്. ആ സ്നേഹമാണ് നമുക്ക് പരലോകത്ത് നമ്മളെ ഒരുമിപ്പിക്കുന്നത്. ഇതാ ഇവിടെ ഈ സ്വപ്നനഗരിയിൽ തടിച്ചുകൂടിയിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ ഒന്ന് കാല് നീട്ടിയിരിക്കാൻ പോലും സൗകര്യമില്ലാതെ അടുക്കി വെച്ച് ചൂടും സഹിച്ചുകൊണ്ട്, ഈ വിഷമം സഹിച്ചുകൊണ്ട് ഇവിടെ ഒഴുകിയെത്തിയിട്ടുള്ള 10,000-കണക്കിന് സ്ത്രീ പുരുഷന്മാർ എന്തിന്റെ പേരിലായി കാത്തിരിപ്പ്? എന്തിനു വേണ്ടിയാണ് ഈ ഒരുമിച്ചുകൂടൽ? അല്ലാഹുവിന് വേണ്ടിയാണ് ഈ ഒരുമിച്ചുകൂടൽ. ഏറെ സഹിച്ചവരുണ്ട് ഈ കൂട്ടത്തിൽ, ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് നോവുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ, സ്വന്തം മഹല്ലുകളിൽ നിന്ന് ഒറ്റപ്പെട്ടവരുണ്ട്. ഞങ്ങൾ ഒറ്റക്കാണല്ലോ എന്ന റബ്ബിനോട് ഒറ്റക്ക് പാതിരാവുകളിൽ സങ്കടം പറയുന്ന സുഹൃത്തുക്കളുണ്ട്. ഈ 10,000-കണക്കിന് ആളുകളുടെ ഈ മഹാസംഗമത്തിൽ ഒരു തുള്ളിയായി അവരിയ്ക്കുമ്പോ പടച്ച റബ്ബ് അവരോട് പറയുന്നു, സമാധാനിച്ചോളൂ, സമാധാനിച്ചോളൂ. സത്യം ലോകത്ത് അധികകാലം അതിനെ മൂടിവെക്കാനാവില്ല, ഈ ആദർശത്തെ മൂടിവെക്കാനാവില്ല. പ്രമാണങ്ങളുമായിട്ട് ആരൊക്കെ അടുത്തു വരുന്നുവോ, അവരേത് പാളയത്തിലുള്ളവരാണെങ്കിലും പ്രമാണങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ഏറ്റവും സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹനീയമായ കൂട്ടായ്മ, ഇത് സമൂഹത്തിന്റെ മുന്നിലേക്ക് മുന്നോട്ട് വെക്കുന്ന പ്രമാണബദ്ധമായ ആദർശങ്ങളെ അകറ്റി നിർത്തേണ്ടവരല്ല, തൊട്ടുകൂടാത്തവരല്ല, അവർ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടവരാണ്. അവരുടെ ശ്രമങ്ങൾ ശ്ലാഘനീയമാണ്, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടവരാണെന്ന നിലക്ക്, പ്രമാണബദ്ധമായ നിലക്ക് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഈ സംഘത്തോട് ആരൊക്കെ അടുത്ത് വന്നാലും സ്നേഹത്തോടെയുള്ള ബന്ധങ്ങളും പെരുമാറ്റങ്ങളുമാണ് നമുക്കവരോടൊക്കെ പ്രകടിപ്പിക്കാറുള്ളത്. അതാര് വന്നാലും നമുക്കങ്ങനെ തന്നെയാണ്. പ്രമാണങ്ങളിലേക്ക് ആരൊക്കെ എത്രത്തോളം അടുക്കുന്നുവോ നമ്മളവരോടുള്ള അടുപ്പം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്.
അതേ അവസരത്തിൽ എന്ത് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾ ഞങ്ങൾ ആക്രമിച്ചേ അടങ്ങൂ, ബഹിഷ്കരിച്ചേ അടങ്ങൂ, മുശ്രിക്കാക്കിയേ അടങ്ങൂ, കാഫിറാക്കിയേ അടങ്ങൂ എന്ന നിലക്ക് ആര് ഏതൊക്കെ മീഡിയകളിലൂടെ ഏതൊക്കെ സംവിധാനങ്ങളിലൂടെ എന്തെന്ത് കാര്യങ്ങളെ പരിച്ച് കുറ്റപ്പെടുത്തിയാലും പരിഹസിച്ചാലും ആക്ഷേപിച്ചാലും അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. വലതസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അതേ, നിങ്ങൾ ധാരാളമായി പലരിൽ നിന്നും പലതും കേൾക്കേണ്ടി വരും, കുറച്ചൊന്നുമല്ല, ധാരാളം കേൾക്കേണ്ടി വരും. പക്ഷേ കേൾക്കുന്നു നമ്മൾ എന്തിനു വേണ്ടി കേട്ട് നമ്മൾ സഹിക്കുന്നു? എന്തിനു വേണ്ടി നമ്മൾ ഈ മഹനീയമായ മഹാസംഗമത്തിന്റെ ഒരംഗമായി കൊണ്ട് ഇപ്പോഴും കാത്തിരിക്കുന്നു? പരലോകത്ത് തണൽ കിട്ടാൻ ആദർശത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയ 10,000 റബ്ബേ, ആരെയും കാണാൻ വേണ്ടി വന്നവരല്ല ഞങ്ങൾ, നിന്റെ ആദർശത്തിന്റെ വിളി കേട്ട് വന്നവരാണ്. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അന്നാമിനൂ ബിറബ്ബികും ഫആമന്നാ റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബിന്റെ മുമ്പിൽ നമുക്കതാണ് പറയാനുള്ളത്. റബ്ബേ, ഞങ്ങൾ നിന്റെ വിളിയാളം കേട്ടു. ഒരു വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറഞ്ഞു കേട്ടു. അന്നാമിനൂ ബിറബ്ബിക്കും, യജമാനനായ നിങ്ങളുടെ റബ്ബിൽ പരിപൂർണമായി വിശ്വസിക്കൂ. ആ ഈമാനു ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, ആ പ്രവാചകന്മാരിൽ തന്നെ അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ അവിടുന്ന് പഠിപ്പിച്ച ഒരു ഹദീസ് ശകലത്തോടെങ്കിലും ആരെങ്കിലും ഞഞ്ഞമിഞ്ഞ വർത്തമാനത്തിന് വന്നാൽ, അതിനെതിരെ പ്രതികരിക്കാൻ വന്നാൽ, ജീവനുള്ളയിടത്തോളം അള്ളാന്റെ ഹബീബിന്റെ വാക്കുകളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഈ ജനസഞ്ചയം വിളിച്ചു പറയുന്നു. ഹദീസുകളൊക്കെ ഏതോ കാലഘട്ടത്തിൽ വന്നതല്ലേ? ബുഖാരിയൊക്കെ കേവലം ഒരു മനുഷ്യനല്ലേ? അതുകൊണ്ട് അതിലും ധാരാളം എല്ലാ രൂപത്തിലുള്ള അബദ്ധങ്ങളും മോശത്തരങ്ങളുമാണെന്ന് പറയുമ്പോഴും വളരെ കൃത്യമായി ഇവിടെ ഒരുമിച്ച് കൂടിയ ജനസഞ്ചയങ്ങൾ എന്താ പ്രഖ്യാപിക്കുന്നത്? ഹബീബിന്റെ ഒരു വചനത്തെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കൂല. ഹബീബിന്റെ ഒരു വചനത്തെയും നികൃഷ്ടമായി ചിത്രീകരിക്കാനും കാലഹരണപ്പെട്ടു എന്ന് പറയാനും ഞങ്ങൾ സമ്മതിക്കൂല. കാരണം ഞങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ മഹനീയമായ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അതറിയണമെങ്കിൽ ഹബീബിന്റെ വാക്കുകളില്ലാതെ പറ്റില്ല. അത് പഠിപ്പിച്ചത് 100% സത്യമാണ്. അത് ഞങ്ങൾ ഇവിടെയും പറയും. ഇനി നാളെ പരലോകത്ത് യാത്രയാകുമ്പോ ഖബറിൽ വെച്ച് മലക്കുകൾ ചോദിക്കുമ്പോഴും ഞങ്ങൾ പറയും, ഹുവ മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലദീ ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ. ഞങ്ങൾക്ക് നേർമാർഗം പഠിപ്പിക്കാൻ ഞങ്ങളിലേക്ക് വന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണത് എന്ന് ഖബറിലും പറയും. ഇൻഷാ അല്ലാഹ് അത് ഖബറിലും പറഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ വാക്ക് കേട്ട് ഖബറിൽ ഉറങ്ങാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. ആ സ്നേഹമാണ് നമ്മെ ഇടക്കി ചേർത്തത്. ആ സ്നേഹത്തിന്റെ പേരിലാണ് നമ്മൾ എല്ലായിടങ്ങളിലും ദഅവത്ത് നടത്തുന്നത്. ഒരാളോടും നമുക്ക് വ്യക്തിപരമായ വിദ്വേഷമില്ല. സത്യത്തോടടുത്ത് വരുന്നവരോട് സ്നേഹം അടുത്തു വരും. സത്യത്തിൽ നിന്ന് അകലും തോറും ആ നിലക്കുള്ള ബന്ധങ്ങൾക്ക് കുറവ് വരും. അതേ അവസരത്തിൽ മാനുഷികമായ നിലക്കുള്ള ബന്ധങ്ങൾ അപ്പോഴും ഊഷ്മളമായി തന്നെ നിലനിർത്തുകയും ചെയ്യും. എല്ലാം എന്തിനു വേണ്ടി? റഹ്മാനായ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് ഒന്നിച്ചങ്ങ് പ്രവേശിക്കാൻ വേണ്ടി. അല്ലാഹു പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങളേറെ സഹിച്ചവരാണ്, കടന്നോ സ്വർഗത്തിലേക്ക്. നിങ്ങളേറെ സഹിച്ചവരാണ്, നിങ്ങൾ ഒരുപാട് വിളികൾ കേട്ടവരാണ്. ജിന്ന് പോകുന്നു എന്ന് പറഞ്ഞു കേട്ടവരാണ്, ജിന്നേ എന്ന് വിളി കേട്ടവരാണ്, മുശ്രിക്കെന്ന് വിളി കേട്ടവരാണ്, കാഫിറെന്ന് മുദ്ര കുത്തിയവരാണ്, കുഴപ്പക്കാരെന്ന് പറഞ്ഞവരാണ്, ഉമ്മ പടിയടച്ച് പുറത്താക്കിയവരുണ്ട്, ഉപ്പ പുറത്താക്കിയ മക്കളുണ്ട്, ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റി
കൂട്ടിയിട്ടുള്ള ആളുകളുണ്ട്. ആങ്ങളെയും പെങ്ങളും തമ്മിൽ ബന്ധം വിച്ഛേദിച്ചവരുണ്ട്, അയൽക്കാർ തമ്മിൽ അകന്നവരുണ്ട്, ഒരേ കേന്ദ്രത്തിലുള്ളവർ തല്ലിപ്പിരിഞ്ഞവരുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ സമാധാനിക്കുന്നു. സലാമുൻ അലൈക്കും ബിമാ സബർത്തും. സഹിച്ചവരെ കയറിക്കോ സ്വർഗത്തിലേക്ക്, നിങ്ങളേറെ സഹിച്ചവരാണ്. ഇനി സ്വർഗത്തിൽ നിങ്ങൾക്ക് ഒരു കുറ്റപ്പെട്ട വിളിയും കേൾക്കേണ്ടി വരില്ല. ഒരാൾ നിങ്ങളെ പരിഹസിക്കുന്ന വാക്ക് കേൾക്കണ്ട. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. ആ സമാധാനത്തിന്റെ വാക്കുകള്, ആ ശാന്തിയുടെ വാക്കുകള്, അത് കേൾക്കുവാനുള്ള അവസരമാണ് പ്രിയമുള്ളവരെ സ്വർഗത്തിൽ നമുക്ക് ലഭ്യമാകാൻ പോകുന്നത്. അവിടെ മറ്റു വാക്കുകളില്ല. അതിനുവേണ്ട ശ്രമങ്ങൾക്ക് നമ്മുടെ മക്കളും നമ്മുടെ പിതാക്കളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ ഭർത്താക്കന്മാരും നമ്മുടെ അയൽക്കാരും നമ്മുടെ ആദർശ ബന്ധുക്കളും എല്ലാവരും ഒന്നിച്ച് നമുക്ക് സ്വർഗം പങ്കിടണം പ്രിയമുള്ളവരെ. ആ സ്വർഗം പങ്കിടാൻ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള മാർഗമാണ് അർശിന്റെ തണൽ. നീ പരലോകത്ത് നിനക്ക് നേടാൻ കഴിഞ്ഞാൽ അർശിന്റെ തണൽ നേടുന്നത് ആദർശത്തിന്റെ പേരിൽ ഒരുമിച്ചവർക്കാണ്. ഈ സ്നേഹബന്ധങ്ങളൊക്കെ ആദർശത്തിന്റെ പേരിലാണ്. ആരോടെങ്കിലും നമ്മൾ വെറുത്തെങ്കിൽ ആദർശത്തിന്റെ പേരിലാണ്. ആരിൽ നിന്നെങ്കിലും നമ്മൾ പീഡനം അനുഭവിക്കുന്നുവെങ്കിൽ അതും നമ്മൾ ഹക്ക് പറഞ്ഞതിന്റെ പേരിലാണ്, ഹക്കിന്റെ വക്താക്കളായതിന്റെ പേരിലാണ്. ആ ക്ഷമയോടെ നിന്നോ, ഈ സന്ദേശത്തെ കൈമാറിക്കോ. ഡോർ ടു ഡോർ ഭവനങ്ങളിലൂടെ നമ്മൾ കയറി ചെന്നിട്ട് സ്നേഹത്തോടെ ഉപ്പ ഉമ്മ മകളെ മകനെ ആരെയൊക്കെ വിളിക്കാമോ എല്ലാവരെയും സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് ഈ സന്ദേശം കൈമാറുന്നു. അത് നമുക്ക് എല്ലാ രംഗത്തും പരലോകത്ത് മുതൽക്കൂട്ടായി തീർന്നില്ല പ്രിയമുള്ളവരെ. ഈ ബന്ധങ്ങളെയൊക്കെ വിളക്കി ചേർക്കാനുള്ള എല്ലാ കണ്ണികളും നമുക്ക് വേണ്ടേ? നമുക്ക് പരസ്പരം ബന്ധപ്പെടണ്ടേ, കാണണ്ടേ, ഒരുമിച്ചിരിക്കണ്ടേ, ഒന്നിച്ചൊന്ന് സമാധാനത്തോടുകൂടി ഇബാദത്തുകൾ നിർവഹിക്കണ്ടേ? ഈ മഹനീയമായ കോഴിക്കോട് എന്ന നഗരം, ഈ മഹാനഗരത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് 50-ലേറെ സെന്റ്, അതേ വിശാലമായ നിലക്കുള്ള ഒരു സ്ഥലം നമ്മൾ കച്ചവടത്തിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. റബ്ബിന്റെ ഭവനം ഈ കോഴിക്കോട് നഗരത്തിൽ ഉയർന്നു വരണം. റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമകൾ പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങുന്നുവെങ്കിൽ ആ മുഴക്കുന്ന ഷഹാദത്ത് കലിമകളോട് അക്ഷരാർത്ഥത്തിൽ കൂറുപാലിക്കുന്ന ഒരു പള്ളി നമുക്ക് വേണം. അതിന് നിങ്ങൾ അകമഴിഞ്ഞ് സംഭാവന ചെയ്യണം. ആ സ്ഥലം നിങ്ങൾ വഖഫ് ചെയ്യണം. ഓരോരുത്തരും പല കഴിവുകളുടെ ഉടമകളാണ്. ഈ ശബ്ദം ശ്രവിക്കുന്നവർ, ഈ രാജ്യത്ത് കേൾക്കുന്നവർ, വിദേശ രാജ്യങ്ങളിൽ കേൾക്കുന്നവർ, എല്ലാവരോടും പറയുന്നു, നമുക്കൊരു വീടുണ്ടാകുന്നത് പോലെയാണ് ഈ കേരളത്തിന്റെ മഹാകേന്ദ്രമായ കോഴിക്കോട് നഗരത്തിൽ നിന്ന് തൗഹീദിന്റെയും സുന്നത്തിന്റെയും ശരിയായ പ്രകാശം പ്രസരിപ്പിക്കാനുള്ള ഒരു കേന്ദ്രം നമുക്ക് വേണം. അതിനു വേണ്ടി അകമഴിഞ്ഞുള്ള വഖഫുകൾ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളിൽ നിന്നും ഉണ്ടാവണേ എന്ന് വിനയത്തോടുകൂടെ ഉണർത്തുകയാണ്. റബ്ബ് നമുക്ക് ഇടം തരും സ്വർഗത്തിൽ. അവിടെ നമുക്ക് സമാധാനമുണ്ട്, അവിടെ നമുക്ക് ശാന്തിയുണ്ട്. ഇവിടെ സഹിക്കുന്നതിന് മുഴുവനും അവിടെ നമുക്ക് വലിയ സൗകര്യങ്ങൾ റബ്ബ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഒരുക്കപ്പെട്ട ലോകത്തിലേക്ക് എത്തിച്ചേരുവോളം നമുക്ക് വിശ്രമമില്ല. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നാണ്. ഇത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ അതേ അടുത്ത മാസം എറണാകുളത്ത് വെച്ച് പ്രോഫ്കോൺ എന്ന പേരിൽ 3 ദിവസം ഇതുപോലെ ആദർശപരമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടുള്ള മഹാസമ്മേളനം വരാൻ പോവുകയാണ്. അത് കഴിഞ്ഞാലും പണി തീരുന്നില്ല. 1 കോടിയിലേറെ വരുന്ന ഭവനങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിക്കുവാൻ നമ്മൾ 10-30 ലക്ഷമേ പിന്നിട്ടിട്ടുള്ളൂ. ഇനിയും എണ്ണങ്ങൾ ഒരുപാട്. അല്ലാഹുവേ, ഇതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാർക്ക് നീ ആഫിയത്ത് നൽകണേ, ആരോഗ്യം നൽകണേ റഹ്മാനേ, ഇഖ്ലാസ് പ്രദാനം ചെയ്യണേ റഹ്മാനേ. വിശുദ്ധമായ ഈ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തെ വ്യാഖ്യാനിച്ച ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഞങ്ങളെ കൂട്ടിയിണക്കിയ കണ്ണി അതൊന്നു മാത്രമാണ്. ഞങ്ങൾക്കാരോടും വ്യക്തിപരമായ വിദ്വേഷമുണ്ടായിട്ടല്ല. പക്ഷേ നിന്റെ ദീനിലേക്ക് ആരൊക്കെ അടുത്തെടുത്തു വരുന്നുവോ ഞങ്ങൾ അവരെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്നു. നിന്റെ ദീനിൽ നിന്ന് അകന്നകന്നു പോകുന്നുവോ ഞങ്ങൾ അവരെ കൈവെടിയേണ്ടി വരുന്നു. അപ്പോഴും നിന്റെ തൃപ്തിയാണ് ഞങ്ങളിൽ ആക്കാക്കുന്നത്. അപ്പോഴും നിന്റെ
ഏറ്റവും പരമപ്രധാനമായ സ്വർഗമാണ് ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് ആരൊക്കെ നമ്മെ കടുത്ത മുശ്രിക്കെന്നോ അല്ലെന്നോ ആര് പറഞ്ഞാലും, ഏത് രൂപത്തിലുള്ള വിളികൾ കേട്ടാലും പതറിപ്പോകാതെ, അല്ലാഹുവേ നിനക്ക് വേണ്ടി ഒരുപാട് കേട്ട പ്രവാചകന്മാരുടെ പിന്തലമുറക്കാരാണ് ഞങ്ങൾ, അവരൊന്നും കേൾക്കേണ്ടി വന്ന, അവരൊന്നും അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ 1% ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടില്ല. റബ്ബേ നിന്നിൽ ഞങ്ങൾ തവക്കുലാക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് തവക്കുലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഈ ആദർശത്തിന്റെ സന്ദേശം നമ്മുടെ മുഴുവൻ മഹല്ലുകളിലും ഇനിയും മലയടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന്റെ മാർഗത്തിൽ റബ്ബിന് വേണ്ടി സ്നേഹിച്ച് അവന് വേണ്ടി പരസ്പരം ആദരിച്ചുകൊണ്ട് ആ സുഖലോലുപമായ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെപ്പോഴും കഴിഞ്ഞുകൂടണം. ഈ പരിപാടിയുടെ അവസാനം വരെയും നമ്മൾ ആ ഒരു നിയത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് റബ്ബിന് ശുക്റും ഹംദും രേഖപ്പെടുത്തിക്കൊണ്ട് നിറഞ്ഞ മനസ്സുമായി അല്ലാഹുവിന്റെ മുമ്പിൽ വിനയത്തോടെ കുനിയുന്ന ശിരസ്സുമായി റബ്ബിനോട് നമ്മുടെ പ്രാർത്ഥനകളിൽ ധാരാളം ധാരാളം ശുക്റുകളും ഹംദുകളും രേഖപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തന ഗോതയിൽ മുന്നേറണേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ, ഞങ്ങളുടെ അപാകതകൾ പുറത്തു തരണമേ നാഥ, രോഗികൾക്ക് ശിഫ നൽകണേ നാഥ, മരണപ്പെട്ടുപോയ വിശ്വാസികൾക്ക് നീ പുറത്തു കൊടുക്കണേ നാഥ, ഞങ്ങൾക്കും അവർക്കും ഒന്നിച്ചു നിന്റെ സ്വർഗലോകം പങ്കിടാൻ തൗഫീക്ക് തരണേ. ഞങ്ങളുടെ കർമ്മങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തന വിജയങ്ങളിൽ ഒട്ടും അഹങ്കാരവും ആഹ്ലാദവുമില്ലാതെ റബ്ബേ നിന്റെ ദീനിനു വേണ്ടി ഇനിയും ധാരാളം സേവനം ചെയ്യാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. ആ ഒരു പ്രാർത്ഥന നമ്മളെപ്പോഴും നിലനിർത്തിക്കൊണ്ട് വിനയാന്വിതരായി നമ്മൾ ഈ സദസ്സിലിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.